എല്ലാവരുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ജില്ലയിലൊക്കെ നമ്മുടെ ഉത്സവത്തിന് വളരെയേറെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേകതകൾ ഉണ്ടാവാറുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഉത്സവം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നൺ അതർ ദാൻ നമ്മുടെ സ്വന്തം സ്റ്റാർ മാജിക്. സോ സ്റ്റാർ മാജിക് ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ ഉത്സവം കളറാക്കാനായിട്ട് നമ്മുടെ സ്റ്റാർ മാജിക് ടീം മെമ്പേഴ്സ് മൊത്തം എങ്ങനെ കളർഫുൾ ആക്കണം എന്ന് ചിന്തിച്ചിട്ട് പല പല കൗണ്ടേഴ്സും പല പല കോമഡീസും ഒരുപാട് കഥകളും ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിനു മുമ്പ് ഇന്നത്തെ നമ്മുടെ ഇവന്റിലേക്ക് ഓഡിയൻസ് എത്തിയിട്ടുണ്ട്. സ്വാഗതം. സുഖല്ലേ? അടിച്ചു വിളിക്കാൻ പോവല്ലേ? യെസ്. അപ്പോ സ്റ്റാർ മാജിക് ഈവന്റിലേക്ക് നമ്മുടെ എൻറ്റയർ ടീം മെമ്പേഴ്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം പ്ലീസ്. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിമുടി വടി വടകിൽ ഒന്നാം നമ്പർ. സോനാ സോനാ നീ ഒന്നാം നമ്പർ, പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ. കരകിരികിണയിൽ മലരടല്ലേ മണിമുകിലല്ലേ കരിമുടി ഇരകിൽ മറുപടി നീ ചൊല്ലുരങ്കിരങ്കില. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിമുടി വടി വടകിൽ ഒന്നാം നമ്പർ. സോനാ സോനാ നീ ഒന്നാം നമ്പർ, പടയടി അടിപൊളിയിൽ ഒന്നാം നമ്പർ. അങ്ങനെ ഒന്നാം നമ്പർ നമ്മുടെ സ്റ്റാർ മാജിക് ഉത്സവം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താ എല്ലാവരുടെ കയ്യിലും ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്? ഫ്ലവേഴ്സിലല്ലേ വർക്ക് ചെയ്യണം, അതുകൊണ്ട് ഓ, ഡെഡിക്കേഷൻ ടു ചാനൽ. ഇനി വേറെ ചാനലിൽ പോയിട്ട് ഞാൻ എന്തെങ്കിലും കണ്ടോ? ഉത്സവം നടക്കുകയല്ല, അപ്പൊ ഞങ്ങൾ നേരെ ഫ്ലോട്ടൊക്കെ കണ്ട് എക്സ്പോലൊക്കെ കയറി എല്ലാം കഴിഞ്ഞ് ഇനി ഒരു മാജിക് ഷോ ഉണ്ട്. ഐ സി. ചേട്ടന്റെ ആണോ? നിങ്ങൾ ചേട്ടാ, എനിക്ക് തൊപ്പിന്ന് മുയലെടുക്കുന്നത് തീർച്ചയായിട്ടും കാണിച്ചു. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് തിരിയും. അല്ല, ഞാൻ ചോദിക്കണം വിചാരിക്കുന്നു, എന്താ എന്താണ് ഈ തൂക്കിട്ട് ഈ പഞ്ചാബി എന്ന് പറഞ്ഞ ലോറിയുടെ സ്റ്റിയറിംഗിൽ കാണും ഈ സാധനം. കണ്ടിട്ടില്ലേ? അല്ല, നിന്റെ കോസ്റ്റമർ പറ്റും. ഏതോ ഇന്ന് പഞ്ചാബിൽ നിന്ന് ലോറി ഇതില്ലാതെ ഓടുകയാണ്. അല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇന്ന് രക്ഷാബന്ധൻ ഡേ ആക്കി ഞാൻ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ മൂത്താങ്ങളയ്ക്കും എന്റെ പൊന്നങ്ങളയ്ക്കും ചേട്ടാ കൈനീട്ടും. പിന്നെ തീർച്ചയായിട്ടും അത് കളിക്കിട്ടോ. അയ്യോ, ഇത് ആങ്ങളെയല്ല, അപ്പൂപ്പനാണ്. അമ്മാവാ യദുലക്ഷ്മിയുടെ മൂത്ത ആങ്ങളെയാണ്, പക്ഷെ മൂത്തത് തലയ്ക്കാന്ന് മാത്രം. മൂപ്പ് തലയ്ക്കാന്നല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്തായാലും തുടങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും അങ്ങടും ഇങ്ങടും വയർ നിറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഉത്സവത്തില് ശരിക്കും വന്നിട്ടുള്ള കുറച്ചധികം നടന്മാരാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, എനിക്കും മനസ്സിലായില്ല. ഇന്നിയറിൽ പറഞ്ഞപ്പോഴേ ഇവരൊക്കെ വേറെ നടന്മാരായിട്ടാ വന്നിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ആരൊക്കെയാണാവോ? അനുവിന്റെ അടുത്ത് ചോദിക്കട്ടെ. അനു, കുറച്ച് നുണ കേൾക്കാം എല്ലാവർക്കും. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു സ്വകാര്യം പറയട്ടെ, നിങ്ങൾ ചിരിക്കരുത്. സത്യത്തിൽ ഇന്നത്തെ ഗസ്റ്റ് മീര ജാസ്മിൻ ആണല്ലോ. അപ്പോ സ്വയം മീര ജാസ്മിൻ ആണെന്ന് കണ്ണാടിയിൽ നോക്കി 100 തവണ പറഞ്ഞ ലുക്ക് പിടിച്ച് വന്നിരിക്കാനു. അവിടെ ഇഷ്ടം പോലെ മീര ജാസ്മിൻ ഉണ്ട്. എല്ലാവരും ഞാൻ മീര ജാസ്മിന്റെ ഒരു കട്ടൻ പറഞ്ഞത് അതിപ്പോഴല്ലേ ഇരുന്നപ്പോ എഴുന്നേറ്റപ്പോ അത് മാറി. ഇരുന്നപ്പോഴായിരുന്നു സംഭവം. ഈ ഫ്ലോറിൽ പല ടൈപ്പിലുള്ള മീര ജാസ്മിൻ ഉണ്ട്. പൊക്കം കുറഞ്ഞത്, പൊക്കം ഇല്ലാത്തത്, പൊക്കം ഉള്ളത്, ഹീലുള്ളത്, ഹീലില്ലാത്തത്. പക്ഷേ ഇവിടെ കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന ഒരാള്, ഇവിടെ ഒറ്റയ്ക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, ചേട്ടൻ. നിക്കണോ? അയ്യോ അല്ല, നിന്റെ കണ്ണിനടാ പൊട്ടനാണോ നീ? ഞാൻ കുഞ്ചാക്കോവനാണ്, പൃഥ്വിരാജല്ലേ. ഇവര് മനസ്സിലായില്ല, പക്ഷെ അവർക്ക് മനസ്സിലായി. ആ കുഞ്ചാക്കോവൻ ഞാൻ പിന്നെ പക്ഷേ ആരാന്ന്? പൃഥ്വിരാജ്. ഞാൻ വിചാരിച്ചേ പറക്കുംതളിയിലെ കൊച്ചിങ്ങനി പേരിക്കുന്നു. അസറേ കിർക്കടത്തത്തെ അത് കൊള്ളാം. ആർക്കും കാര്യം മനസ്സിലായിട്ടില്ല. പുള്ളിങ്ങനെ കളിയാക്കരുത്. സംഭവം എല്ലാം ചെയ്തത് ചോട്ടാമുംബൈയിലെ ബിജുക്കുട്ടനാണ്. അനു, അടുത്ത ഒരു 6 മാസത്തേക്കുള്ള 2 ആഗ്രഹം പറയൂ. അത്യാഗ്രഹം ഒന്നും വിചാരിക്കരുത്. ദുൽഖറിന്റെ കൂടെ അഭിനയിക്കണം. പൃഥ്വിരാജാണെങ്കിലും കുഴപ്പമില്ല. അതെ, വടക്കും നാദ വല്ലോം നടക്കോ നാദ. ഓക്കെ, നമുക്ക് ചോദിക്കട്ടെ, എല്ലാവരുടെ ആഗ്രഹങ്ങൾ ചോദിക്കാം. ഐശ്വര്യക്ക് പോട്ടെ. നമ്മുടെ സ്റ്റാർ മാജിക് ഒരു 50 വർഷം എങ്കിലും ആഗ്രഹം.
അപ്പൊ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെ ഇന്ത്യൻ ടൂവിലെ കമലഹാസന്റെ കൂട്ട് 50 വർഷം സ്റ്റാർ മാജിക് ഇങ്ങനെ പോണം. പിന്നെ അതിലൊക്കെ ഞങ്ങൾക്ക് വരണം. പിന്നെ ഞാനത് ചെയ്യണം. ബിനീഷിന് ഒരു ആഗ്രഹമുള്ളൂ, ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുന്ന് പേയ്മെന്റ് മേടിക്കണമെന്ന്. ഇതുവരെ അങ്കിള് കൊടുത്ത ചരിത്രം. ഒരു മിനിറ്റ്, ഷിയാസിന് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. ഷിയാസ് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. എന്റെ ആഗ്രഹം ഞാൻ പറയാം. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു വിടരുന്നു. എന്റെ പുതിയ സിനിമയുടെ ട്രെയിലർ ഇവിടെ ഒന്ന് കാണിക്കണം. ഷിയാസ് ഒരു ചെറിയ ആഗ്രഹമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഷിയാസിന്റെ സിനിമയുടെ ട്രെയിലർ ഇതാ സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ. ഷിയാസിന്റെ ആഗ്രഹപ്രകാരം പ്ലീസ് ഹാവ് എ ലുക്ക്. ഹായ്, നല്ല റോഡ്. കാമുകീനെ കാണാൻ പോണു. പോയാ ഊട്ടിയിലെത്തും. പിടിച്ചിരുന്നോ? എങ്ങനെയുണ്ട്? ഞാൻ ഭയങ്കര സ്പീഡാണ്. നാളെ വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കെട്ടിപ്പിടിച്ചിരുന്നോ? ഞാൻ ഭയങ്കര സ്പീഡാണ്. ഒരു മഴ പെയ്തെങ്കിൽ കൊള്ളായിരുന്നല്ലേ. തണുക്കുന്നുണ്ടോ എനക്ക്? നീ കളിക്കല്ലേ? ഞാൻ ഒഫീഷ്യൽ ട്രിപ്പ് നുണ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നാളെ എന്തായാലും എത്തണം. ഞാൻ വീട്ടിൽ നിന്ന് പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ പോണെന്ന് പറഞ്ഞ ഇറങ്ങിയത്. നമുക്ക് പൊളിക്കാം. കട്ടറുള്ള റോഡായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസായനെ. ആരായി റോഡൊക്കെ ടാറട്ടെ. അച്ഛനെ കാട്ടിലേക്കൊന്ന് ഇറക്കിയാലോ. ഹായ്, റിസോർട്ട് എത്തി. ഈ റിസോർട്ടിൽ പോയി നല്ല ഉറക്കം വരുന്നത്. നമുക്ക് കിടന്ന് ഉറങ്ങിയാലാ? ഇവനാ ടക് ടക്. നിന്നെ കാണാൻ എന്ത് രസാന്നറിയാവോ? സത്യമായിട്ടും അന്നെ കാണാൻ ഭയങ്കര രസം. നമുക്കൊന്ന് പോവാം. വേണ്ട, കിടന്നുറങ്ങിയിട്ട് പോവാം. ആ, സെറ്റായി. ഞാനെന്ത് പൊളിക്കും. എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ്? ഇതാണ്ട ആക്ടിങ്. എന്നെ കൊന്നേ. അല്ല, ഞാൻ ഇതിനകത്തുമില്ലേ ഡയലോഗ്? ഇതില് ഡയലോഗ് ഇല്ലാത്തോണ്ടല്ലേ ഒരാള് ഡബ് ചെയ്തത്. ഷിയാസേ, എങ്ങനെയുണ്ട് സിനിമ? അല്ല, എങ്ങനെയുണ്ട് സിനിമ എന്നുള്ളത് ഷിയാസ് തന്നെ പറയട്ടെ. 12 കൊല്ലം മുമ്പുള്ളത്. അതിന്റെ ഗുണം കാണാനുണ്ട്. 10 കൊല്ലം എന്തായാലും 12 കൊല്ലം അങ്ങനെ ഇതുവരെ ഒരു മാറ്റമില്ല. ഈ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരിപ്പോ പുളകം കൊണ്ടുകൊണ്ടിരിക്കും. കാരണം 12 വർഷത്തിന് ശേഷം ലൈക് ദേവദൂത് പോലെ റിലീസ്. ലക്ഷ്മി, ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാം? ഇന്നത്തെ എന്താ ഈ എപ്പിസോഡിന്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോണേ. ലോകത്താരും ഇത് കാണരുത്. ഒരാഗ്രഹം. സത്യം. ഇപ്പൊ ഇതൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ യൂട്യൂബിലുള്ള ഇതിന്റെ വ്യൂസ് ഒന്ന് നോക്കണം. ടെലികാസ്റ്റ് വന്ന മിനിമം 1 മില്യൺ. മിനിമം 1 മില്യൺ. പ്രേക്ഷകർ തിരയും ഇതിന്റെ ഫുള്ള് കാണാൻ. പറയാതെ ഈ ഷോർട്ട് ഫിലിമിൽ കേട്ടോ അത് ആലോചിക്കണം. ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് ആളുകൾ കണ്ടില്ല. അപ്പൊ എനിക്കും ഭയങ്കര വിഷമം ഉണ്ടായി. എന്റെ ഡയറക്ടറിന് വിഷമമുണ്ടായി. വിഷമം തീർന്നില്ലേ? സത്യം. ഇതിനകത്ത് വരുമ്പോ എല്ലാവരും സന്ദീപ് എന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് ചെയ്ത് അവന് വലിയ ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അവനൊന്നും ആവാൻ പറ്റില്ല. കാര്യം അവന്റെ ഫാമിലിയും പരിപാടിയൊക്കെ ആയിട്ട് പോയി. ബാക്കി ഇരുന്ന പെണ്ണിന്റെ പേരെന്താടാ? ശ്രേയ എന്ന് പറഞ്ഞ നമ്പർ ഇവൻ ചോദിക്കണം. ആർട്ടിസ്റ്റാണ്. അപ്പോഴേ ഷിയാസിന്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ട് ദ ഹോൾ ടീം ഒരു വലിയ വേദിയിൽ അത് കാണിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. ഗോപി, നെറ്റ് മാർക്കറ്റിന്റെ പുതിയ ലീഡർ വന്നിട്ടുണ്ട്. പുള്ളി മലപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ടീം ഉണ്ടെന്ന് പറഞ്ഞാണ്. ഒരു മാസം കൊണ്ട് പുള്ളി 5 ലക്ഷം രൂപ അച്ചീവ് ചെയ്തു. നമ്മൾ പോണെങ്കിൽ വണ്ടിക്കൂലി കൊടുക്കണം സാറിന്. ഷക്കീല പടത്തിലൊക്കെ കാണുന്ന ഈ മനഃശാസ്ത്രജ്ഞനില്ലേ, അത് കറക്റ്റ്. അത് വേണം. പിന്നെ എനിക്ക് നീ എപ്പോഴും ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചാൽ നല്ല കൗണ്ടർ അത്. ജിഷൻ ചേട്ടാ, എനിക്ക് അങ്ങനെ പറയത്തക്ക വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ഇന്ത്യക്ക് പുറത്ത് പോകണം. ഞാൻ ഇതുവരെ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടില്ലേ? നിന്റെ സ്വഭാവം വെച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ഒരു ചാറ്റിൽ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അത് വലിയ ഭാഗ്യമായിരിക്കും കേട്ടോ. ഇതുവരെ പുറത്തു പോയി ഒരു ഷോ ചെയ്തിട്ടില്ല. പുറം രാജ്യങ്ങൾ ടീം ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലൈറ്റ് യാത്ര എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ടീം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് കയറിയിട്ടില്ല എന്ന്. അങ്ങനെയാണ് എപ്പിസോഡ് ടെലികാസ്റ്റ് ആയപ്പോഴേക്കും നെക്സ്റ്റ് ഡേ ദുബായിൽ നിന്ന് ഒരു കോള് വന്ന് ടീം 8 രാജ്യത്ത് പോയി. ഒരു രാജ്യം കൊതിച്ച ആള് 8 രാജ്യത്താണ് പോയത്. അതുപോലെ ഇവിടെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകാൻ നേരത്തെ തിരുവനന്തപുരം എയർപോർട്ടിൽ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഗ്യാസിന്റെ ബുക്ക് എടുത്ത് കൊടുത്തേക്കണം. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന് വായിലിട്ട് പൊട്ടിക്കുക. ഒന്ന് ജിഷൻ ചേട്ടൻ ഒന്ന് ക്ലൈമാക്സ്. ജിഷൻ ചേട്ടൻ ഒന്ന് മനസ്സിൽ നിന്ന് സംസാരിച്ചോട്ടെ പ്ലീസ്. എന്റെ അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് വൃന്ദാവനിലൊന്ന് പോകണം. എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചില്ല എന്ന് വെച്ചാൽ ആ സമയത്ത് അച്ഛൻ കിടപ്പിലായി പോയി. പിന്നെ അച്ഛൻ മരണപ്പെട്ടു. അപ്പൊ അങ്ങനെ
ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാതെ ഇങ്ങനെ പോകുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ ആലോചിച്ചു എനിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ആലോചിച്ചപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ഇതുവരെ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടില്ല. ഇന്ത്യക്ക് പുറത്ത് പോകണമെന്നുള്ള എനിക്കൊരു മുമ്പ് കൊറോണ ടൈമിൽ ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് അത് ക്യാൻസലായി പോയി. അങ്ങനെ 2-3 തവണ എനിക്ക് മിസ്സായി പോയി. എന്തോ എനിക്ക് രാശിയില്ലെന്ന് തോന്നുന്നു. ഇനി ഈ ഒരു ഈവന്റ് ടെലികാസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാശി തുടങ്ങാൻ പോവാണ്. അപ്പം ലൈക്ക് എന്തെങ്കിലും പ്രോഗ്രാം സ്പോൺസേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോഗ്രാംസിന് വിളിക്കണോടൊപ്പം ഇദ്ദേഹത്തിനെ ഒന്ന് നിങ്ങളൊരു പ്രോഗ്രാമിന് വിളിക്കണം കേട്ടോ. യെസ്, അപ്പോ എന്തായാലും ജിഷ്ണന്റെ ആ ഒരു ആഗ്രഹത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു ഈവന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർ മാജിക് ഉത്സവ്. എപ്പോഴും നമ്മൾ പറയും ഈ ഒരു ഉത്സവം കെങ്കേമമാക്കാനായിട്ട് ഒരു സാന്നിധ്യം കൂടെ നമുക്ക് വേണം. നമ്മുടെ ഗസ്റ്റ് സീറ്റ് അവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ ഗസ്റ്റ് സീറ്റിലേക്ക് എത്താൻ പോകുന്നത് ഒരു താരസുന്ദരി എന്നൊക്കെ പറയില്ലേ. ശരിക്കും മലയാളി സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് എല്ലാ പ്രേക്ഷകരും ഒരാൾക്ക് പോലും ഈ ഒരു നടിയെ ഇഷ്ടമല്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെല്ലാവരും ഒന്ന് ഫ്ലവർ ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. ഈ നടിയുടെ പേരിൽ ഒരു ഫ്ലവറിന്റെ പേരുണ്ട്, മുല്ല. അത് ഇംഗ്ലീഷിൽ പറയൂ. Yes, please put your hands together to welcome the very gorgeous actress Meera Jasmine. പാട്ട് ശരിക്കും മീരയ്ക്ക് വേണ്ടി തന്നെ 17 അഴകായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു വലിയ കൈ കൊടുക്കാം പ്ലീസ്. ഒരുപാട് ഗസ്റ്റ് നമ്മുടെ സ്റ്റാർ മാജിക് ഷോയിൽ വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടും വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പർ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ സ്റ്റാർ മാജിക് വേദി കൊതിച്ചിട്ടുള്ള ഒരു ഗസ്റ്റ് ആണെന്ന് വന്നിട്ടുള്ളത്, അതും ആദ്യമായിട്ട്. സോ വി വെൽക്കം യു വൺസ് അഗൈൻ ടു സ്റ്റാർ മാജിക്. ഞങ്ങൾ 7 വർഷമായി തുടങ്ങിയിട്ട് 7ാം വർഷത്തിലാണ് മീര ചേച്ചി എത്തിയിട്ടുള്ളത്. സോ ഈ ഒരു കോമഡി ഷോയിലേക്ക് സ്റ്റാർ മാജിക്കിലേക്ക് വി വെൽക്കം. താങ്ക് യു. എന്നെ നിങ്ങൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ എൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനമാണ്. ബിക്കോസ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായത്. താങ്ക് യു. സോ ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ശരിക്കും ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളിലെയും പാട്ടുകളെല്ലാം ഹിറ്റാ. ഇത് ശരിക്കും നേരിട്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതുണ്ടല്ലോ, ഒരു ഭയങ്കര ഒരു വാവ് ഫീൽ. എന്താ തോന്നിയത് ലൈക്ക് അങ്ങനെ ഒരു എൻട്രി ഒക്കെ വന്നപ്പോ? വെരി ഹാപ്പി. അധികം ടെലിവിഷൻ ഷോസിലൊന്നും അങ്ങനെ അപ്പിയർ ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ ഇവിടെ പൊന്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പുതിയ വിശേഷങ്ങൾ പറയാനില്ലേ ഞങ്ങളുടെ അടുത്ത്? ഉണ്ട്. ലക്ഷ്മിയുടെ മുഖം വരെ വേർത്ത് നിൽക്കുക കേട്ടോ. പിന്നോടിമാലി വിറക്കുന്നില്ലേ? എന്താ വിളിക്കുന്നത്, അടിമാലിയോ? സന്തോഷത്തിന്റെ ഒരു ഞാൻ ആരാന്ന് മനസ്സിലായോ? മോളാരാന്ന് മനസ്സിലായി? എന്റെ പേരെന്താ? ലക്ഷ്മി. ഇത് അടിമാലി. അല്ലല്ല, ഞാൻ ഇന്ന് ഇവിടെ വേറെ ക്യാരക്ടർ ഒന്നും ചെയ്യണില്ല. എനിക്ക് ആങ്കർ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. എനിക്ക് അഭിനയിക്കാനോ സ്കിറ്റ് ചെയ്യാനോ അറിയില്ല. ഇപ്പൊ ചിലര് വേറെക്കുന്ന ഞാൻ കാണിച്ചു തരേ. ഇദ്ദേഹം
ഒരു കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ വേറൊരാളുടെ ഫിഗർ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതാരാന്നറിയാൻ പറ്റൂ? അത് എങ്ങനെയാ ലൈക്ക് അത് കണ്ടുപിടിച്ച് പറയണമെങ്കിൽ നാളെ നേരം വെളുക്കും. മജീഷ്യൻ സാമ്രാജ്യത്തിന്റെ കുറച്ച് ക്ലൂ തരുമോ? മാജിക്ക് കാണിക്കും. ഇപ്പൊ ഒരു പാട്ട് കേട്ടില്ലേ? ഞാൻ പറയാം. കൊച്ചിൻ ഹനീഫ. ചേച്ചി വളരെ വൈകിയാണ് വന്നെങ്കിലും ശരിക്കും ഞങ്ങളുടെ വൈബിന് പറ്റിയ ഗസ്റ്റ് ആണെന്ന് വന്നിട്ടുള്ളത്. Excuse me. ഇനി ഞാൻ ചോദിക്കട്ടെ, ലക്ഷ്മി നക്ഷത്രയാണോ വേർത്തത്, ബിനുവടിമാലിയാണോ വേർത്തത്? അതെ ഞാൻ വേർക്കില്ല. ഞാൻ ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇനി ഒരു ക്ലൂ തരട്ടെ. ഇവര് എന്നെ ചതിക്കായിരുന്നു. അപ്പൊ പറഞ്ഞ ഓപ്ഷൻ എ തെറ്റിപ്പോയിട്ടോ. ഓപ്ഷൻ എ കൊച്ചിൻ ഹനീഫ. ശരി, ഇനി അടുത്ത ക്ലൂ. ഇതുപോലെ ബുൾഗാൻ വെച്ചിട്ടുള്ള ഈ പാട്ടിൽ ഇങ്ങനെ ബുൾഗാനൊക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ താരകുടുംബം. പിടി കിട്ടി. ആരാ? പൃഥ്വിരാജ്. അയ്യേ പൃഥ്വിരാജ്. അയ്യേ മീരയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി വന്നേക്കുക. ഇത് മീരയ്ക്ക് വേണ്ടി. പക്ഷെ ഇങ്ങനെ വേണ്ടി. പക്ഷേ ഇത് പൃഥ്വിരാജല്ല, ഇത് വൃത്തിയില്ലാത്ത രാജ്യമാണ്. പൃഥ്വിരാജല്ല. നീ രാവിലെ ആരോടെ പറഞ്ഞ? നീ മീരയോടാണ്. അതായത് ആലോചിച്ച് ചിരിച്ചോണ്ടിരിക്കുക. ഇതാണോ ആ പൃഥ്വിരാജ്? ഇതായിരുന്നില്ലല്ലോ ആ പൃഥ്വിരാജ്. എന്നെ കൊണ്ട് എനിക്ക് മീരനെ ചിരിപ്പിക്കാൻ പറ്റും. എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഒന്നേ ചിരിച്ചോ. ഞങ്ങളുടെ പരിപാടി ഇങ്ങനെ ഇനി ഉണ്ട് അടുത്ത ആള് കേട്ടോ. ഇതാരാന്നറിയോ? സുമേഷ്. പക്ഷെ അതല്ലാതെ അത് സിനിമയില്. ഇവിടെ ഇന്ന് മിരച്ചിച്ച് വരുന്നത് പ്രമാണിച്ച് വേറൊരാളായിട്ടാ വന്നിട്ടുള്ളത്. ഞാൻ പറയാം. ലാലേട്ടനാണോ? എന്താണ് മോഹൻലാലാണോ? ലാലേട്ടനാണോ? പുള്ളി ഇങ്ങനെ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലേ. ചേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല ചേച്ചി. ഇവിടെ ഒറ്റണത്തിന് ഒറിജിനാലിറ്റിയാ. ഇനി എനിക്കൊരു ക്ലൂ തന്നെ. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറയാം. ദിലീപേട്ടൻ. ഇത് നേരത്തെ പറഞ്ഞില്ല. ഇല്ല നീ 2 പ്രാവശ്യം മീരാജാസ്മിൻ വന്നു എന്ന് പറഞ്ഞു. നീ പോണ ഞാൻ കണ്ടു. നീ പറഞ്ഞില്ലെന്നോ? അതായത് ഇവർ നേരത്തെ കണ്ടു എന്ന് പറയാൻ കാരണം തന്നെ ഇവർ ഒരുമിച്ചൊരു സെറ്റിലായിരുന്നു. ലൈക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മൂവി റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാലും പഴവും, അവിൽ മിൽക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാലും പഴവും തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ഓഗസ്റ്റ് 23 റിലീസാണ് അല്ലേ? ഓഗസ്റ്റ് 23 റിലീസ് ആവുന്നു പാലും പഴവും. ശരി, അവിൽ മിൽക്കിനോട് നമുക്ക് ബ്രാൻഡ് ചെയ്താലോ? പ്രൊഡ്യൂസറോട് പറയാതെ ബ്രാൻഡ് ചെയ്യാൻ. അദ്ദേഹം അത് കേൾക്കുന്നുണ്ട്. പഴവായിട്ട് അഭിനയിച്ച സുമേഷാണോ? സുമേഷാണോ പഴവായിട്ട് അഭിനയിച്ചത്? He's from Palanthottam, you know? No. His place is actually in Palanthottam. പുത്തൻകുരിശ്. പഴന്തോട്ടം. ലൊക്കേഷൻ അവൻ പുത്തൻകുരിശ് എന്നാ പറയുള്ളൂ. പഴന്തോട്ടം ചെയ്തിട്ടല്ലേ പാലും പഴവും എന്നുള്ള പാടത്തില് അഭിനയിക്കുന്നു, പഴന്തോട്ടത്തിൽ താമസിക്കുന്നു. പിന്നെ ദേഷ്യം പറ്റില്ല. ശരി, അപ്പോ എന്തായാലും കൂടുതൽ സിനിമ വേറൊരു പടത്തിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നായകനായിട്ട്. ജവാനും അച്ചാറും. അല്ല, ജവാനും മുല്ലപ്പൂവും. ഈ ജവാനും മുല്ലപ്പൂവിന്റെ പ്രൊഡ്യൂസറായ വിനോദ് സാറാണ് ഇതും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അയ്യോ. അതെ. ശരി, ഞങ്ങളുടെ സിനിമ നല്ല തമാശയുള്ള പടം കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ അതിനെപ്പറ്റി സംസാരിക്കാൻ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങളുടെ കോമഡി ആണല്ലോ ഈ സിനിമ. കോമഡി ഒരുപാട് ചിരിക്കാം. വി കെ പ്രകാശാണ് ഇതിന്റെ ഡയറക്ടർ, വിനോദ് ഉണ്ണിത്താൻ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സും ഉണ്ട്, സമീർ സേഠ്, അശ്വിൻ ജോസ് എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ട്. അശ്വിൻ വരുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ. ഓൾറെഡി ഇതിനു മുമ്പ് ഒരിക്കൽ അശ്വിൻ വന്നിട്ടുണ്ട്. അശ്വിനാണ് ഇതിന്റെ ലീഡ് ചെയ്യുന്നത്. പിന്നെ സുമേഷ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. സ്ക്രിപ്റ്റ് ആശിഷാണ് എഴുതിയേക്കുന്നത്. ആശിഷ് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. വളരെ യങ് ആയിട്ടുള്ള വളരെ ചെറുപ്പക്കാരനാണ്. അപ്പം യൂത്തിനൊക്കെ ഇഷ്ടപ്പെടും. സോ ഇത് യൂത്തും എല്ലാ ജനറേഷൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മെസ്സേജാണ്. ഫാമിലി ആൻഡ് കോമഡി അങ്ങനത്തെ ഒരു സിനിമയാണ്. ഞങ്ങളുടെ സിനിമ ഓഗസ്റ്റ് 23 പാലും പഴവും റിലീസ് ആവുന്നു. വിജയിപ്പിക്കുക, കാണുക, തിയേറ്ററിൽ പോയിട്ട് കാണിക്കുക. എല്ലാവരും കാണണം.
എന്തായാലും മീര ചേച്ചിയുടെ ഒരു കംബാക്ക് പ്രേക്ഷകർ ആഗ്രഹിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കംബാക്ക് ഒരു സ്ട്രോങ് കംബാക്ക് ആയിരുന്നു. ആൻഡ് ഇപ്പൊ അടുത്ത സിനിമയായിട്ട് ചേച്ചി എത്തിയിരിക്കുകയാണ്. ബാക്കി ഇനി തിയേറ്റർ വിശേഷങ്ങളെല്ലാം നമുക്ക് സൂൺ അറിയാൻ പറ്റും. റിലീസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും പാലും പഴവും സുമേഷിന്റെ വക പാലും പഴവും ഉണ്ടായിരിക്കുന്ന എല്ലാവരും കഴിച്ചിട്ടേ പോകാവുള്ളൂ. ആക്ച്വലി പാലും പഴവും നല്ല കോമ്പിനേഷൻ ആണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തിരുവല്ലയിൽ ഇതുപോലെ തന്നെ എന്തൊക്കെയാ അവിടുത്തെ വെറൈറ്റി കോമ്പിനേഷൻസ്? ഞങ്ങള് വടയും പഴവും കഴിക്കും. വടയും പഴവും, പരിപ്പുവട, വട, പഴം. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ മറ്റു സ്ഥലത്തൊന്നും അത്ര എന്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ വടയുടെ കൂടെ പഴവാ. ആണല്ലേ? മധുരണ്ണൻ എന്താന്നറിയോ ചേച്ചിക്ക്? മധുരണ്ണൻ അറിയില്ല? അനു, മധുരണ്ണൻ എന്താന്ന് പറഞ്ഞു. ഇതാരാന്നറിയോ? ഈ ബിനോടിമാലി നമ്മൾ ഊഹിച്ചെടുത്ത പോലെ തന്നെ കണ്ടുപിടിച്ചില്ലല്ലോ. പക്ഷെ എന്നാൽ ഇത് വേറൊരു ഡ്യൂപ്ലി മീര ജാസ്മിൻ ആണ്. ഞാൻ പറയാം, പറഞ്ഞു കൊടുത്തു. എനിക്ക് തോന്നി ജെനിഫർ അല്ലേ ഗ്രാമഫോൺ. ഇതില് ജെനിഫർ കരയല്ല, ജെനിഫർ. ഞാൻ പറഞ്ഞു അതെ, ഈ ക്യാമറ എനിക്ക് ഉടുപ്പ് ഗൗൺ പോലത്തെ ഇത് ഈ കേളൊക്കെ കണ്ടപ്പം മനസ്സിലായി. മോളെന്ന് വിളിക്കല്ലേ ഒരേ പ്രായമാണ്. ഓക്കെ, അപ്പൊ ഇത് ജെനിഫർ. ഇന്ന് സത്യം പറഞ്ഞ പെൺകുട്ടികളെല്ലാം ഓരോ ഡ്യൂപ്ലി മീര ജാസ്മിൻസ് ആയിട്ടും ചേട്ടന്മാരെല്ലാം ചേച്ചിയുടെ കൂടെ കോംബോ ചെയ്തിട്ടുള്ള ഓരോ ആക്ടേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ശരി, മധുരണ്ണനിലേക്ക് വരാനു. മധുരണ്ണൻ കഴിച്ചിട്ടുണ്ടാ? തിരുവനന്തപുരം ഉണ്ടോ വീട്? ട്രിവാൻഡ്രത്താണ് മധുരണ്ണൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ഫ്രൂട്ട് ആണ്. പക്ഷെ എല്ലായിടത്തും ഉണ്ട്, കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട്. കഴിച്ചിട്ടുണ്ട്. ചേച്ചി കഴിച്ചിട്ടുണ്ടാവും. അതെന്തോ ഈ ഞാലിപ്പൂവൻ പഴല്ലേ തിരുവല്ലയിൽ എന്താ പറയാ? ഞാലിപ്പൂവൻ പഴത്തിനെയാണ് ഇവരുടെ നാട്ടിൽ ഇവര് മധുരണ്ണൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ ക്യൂട്ടല്ലേ പേര്? അതെ അതെ അതെ. ഞങ്ങൾ ശരിക്കും ഞാൻ എൻ്റെ സ്വന്തം നാട് ഇലന്തൂരാണ്. പക്ഷെ ഇലന്തൂരും തിരുവല്ലയൊക്കെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കുടുംബം അവിടെയാണ്. ഫാദർ അവിടെ നിന്നാണ്. വളർന്നത് 7 വയസ്സ് വരെ അവിടെയാണ്. പിന്നെ തിരുവല്ലയിൽ സിനിമയിൽ വരുന്നത് വരെ. ഇപ്പൊ എവിടെയുള്ളേ ശരിക്കും? ഇപ്പൊ ഞാൻ എറണാകുളം കൊച്ചിയിലാണ്, ബട്ട് പാർട്ട്ലി അബ്രോഡാണ്. അതെ അല്ലേ? ഉഴുന്നുവടയും പരിപ്പുവടയും പഴവും അത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതുപോലെ വേറെ എന്താ കോമ്പിനേഷൻ? ഞങ്ങള് ദോശയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കും. പഴംപൊരി ബീഫ് പിന്നെ ഇപ്പൊ ഭയങ്കര കോമണായി. പുട്ടും മീൻകറിയും, പിന്നെ പുട്ടും മാങ്ങയും നല്ല ടേസ്റ്റാ. മാമ്പഴം പഴുത്ത, അത് ഞാൻ ചക്കപ്പുട്ട് എന്റെ ഫേവറേറ്റ്. ചക്കയും പഴുത്ത ചക്കയും പുട്ടും. ഫുഡിയാണോ? ആണ്. ഫുഡി ആയിട്ടാണോ? അതായത് ഡെയിലി ഇങ്ങനെ പ്രായം കുറഞ്ഞോണ്ടേയിരിക്കണം, ഇതൊന്നും ശരീരത്തിൽ ഞങ്ങൾ അങ്ങനെയല്ലേ? അതിനല്ലേ നമ്മൾ ജീവിക്കുന്നത്, നല്ല ഭക്ഷണം കഴിക്കും. നമ്മള് കഷ്ടപ്പെടുന്ന നോക്കാം. എന്റെ ആ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. എന്താണ് ഒരു ദിവസത്തെ ഒരു റുട്ടീൻ? ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു, എന്താ ഇത് വരാത്തേന്ന്. ഞാൻ എല്ലാ സെലിബ്രിറ്റീസും ചോദിക്കാറില്ല. നമ്മുടെ ഷോന് ആപ്റ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ അടുത്ത് നമുക്ക് കണ്ടാൽ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ആൾക്കാരോട് മാത്രമേ ഇത് ചോദിക്കുള്ളൂ. അപ്പൊ ഈ ഒരു സീക്രട്ട് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഗസ്റ്റിനോട് തന്നെ പറഞ്ഞു. രാവിലെ എഴുന്നേക്കുമ്പോ പ്രാർത്ഥിക്കും. എത്ര മണിക്ക് എണീക്കും? ഡിപ്പെൻസ്, എപ്പോഴും എഴുന്നേക്കേണ്ടത് അതിനനുസരിച്ചിട്ട് പ്രാർത്ഥിക്കും. പിന്നെ വെള്ളം കുടിക്കും. പിന്നെ കോഫി, എന്റെ ഫേവറേറ്റ് കാപ്പി. കാപ്പി ഇല്ലാത്ത ജീവിതമില്ല. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് ഇതേപോലെ പുട്ടും ചക്കയുടെയും കോമ്പിനേഷൻ ഞാനൊരു ഡിന്നറായിട്ട് എപ്പോഴും കഴിക്കാറുള്ളത്. ഞാൻ പെട്ടെന്ന് ആ കോമ്പിനേഷൻ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്. എന്തെങ്കിലും ഡയറ്റ് പ്ലാൻസ്, കൺട്രോൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സൂക്ഷിച്ചില്ലേ നന്നായി നമ്മുടെ കൈ വിട്ടു പോകുന്ന ഒരു ഇതാണ്. ഇപ്പൊ കുറച്ച് സൂക്ഷിക്കണം. എക്സസൈസ് ചെയ്യും, വാക്കിംഗ് ചെയ്യും. ശരിക്കും മീര ചേച്ചി പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുള്ളത് വീട്ടിലൊരു കുട്ടിയായിട്ടല്ലേ? അതൊരു വലിയ ബ്ലെസ്സിങ്. അതിനി നമ്മളിനി എന്ത് ഇത് ചെയ്താലും ഏൺ ചെയ്യാൻ പറ്റാത്തൊരു ദൈവം തന്നൊരു ഇതാണ്. എല്ലാവരും അവരുടെ ഫാമിലിയിലെ ഒരു വ്യക്തിയായിട്ട് തന്നെ. ശരിക്കും വളരെ ചെറിയ പ്രായത്തിൽ ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളല്ലേ? എത്രാം വയസ്സില ശരിക്കും വന്ന്? 18-19 years. ശരിക്കും സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട് BP അതൊക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു ഡോക്ടർ കുട്ടി ആവേണ്ട ഒരാളല്ലേ ഫിലിമിലേക്ക് വന്ന്? അതെങ്ങനെയായിരുന്നു ശരിക്കും? ബൈ പാഷൻ ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നില്ലേ? ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഡെസ്റ്റിനി അങ്ങനെ സിനിമയിൽ വരുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ വരാനുള്ള ഭാഗ്യം വന്നു. സിനിമയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ 1-2 സിനിമ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ട് നമുക്ക് വല്ല ഡോക്ടർ പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദൈവം അനുഗ്രഹിച്ച് അപ്പം അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ആയി. പക്ഷേ ഇല്ല, ഇപ്പോഴും ട്രീറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫങ്ഷണൽ മെഡിസിൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം എന്തെങ്കിലും ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഈ ഒറ്റമൂലി പോലല്ല, ഇത് കഴിച്ചാൽ ശരിയാവും. ഫുഡ് കൂടി നമ്മുടെ അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. അപ്പം ഞാൻ അതൊക്കെ പറയും, ഇന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പഠിച്ചിരുന്നെങ്കിലേ
നമുക്കൊരു പയ്യനെ അങ്ങ് കൊടുക്കായിരുന്നു. ഡോക്ടർ ആവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനൊക്കെ പരിശോധിച്ച് ഒരുപാട് വന്നു. ചെറിയൊരു ഒറ്റമൂലി. ചേട്ടാ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്യാസുകാരനെ അങ്ങോട്ട് വിടാം വീട്ടിലേക്ക്. ഇതാണ് ഇവന്റെ ഇവന് പറ്റിയ ഒരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കാമോ? എന്തോ പ്രശ്നം എന്താ ഇത് തന്നെ പ്രശ്നം. ഓക്കി കയറി വെടി വെക്കോണ്ട് ഉണ്ട വരുമ്പോ മാറിക്കൊടുക്കും. ഇതാണ് ഇവന്റെ സ്ഥിരം പരിപാടി. പാലും പഴം കഴിച്ചു നോക്ക്, ചിലപ്പോ ശരിയായേക്കും കേട്ടോ. പ്രൊഡ്യൂസർ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇല്ല, പഴം തിന്നു, പക്ഷെ പാല് കുടിച്ചാൽ തിരിയും അല്ലടാ. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മുടെ സിനിമ കണ്ടാൽ മാറുമായിരിക്കും. അതെ അതെ, അത് സത്യം. അപ്പൊ ശേഷൻ തിയേറ്ററിൽ കേട്ടോ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരമൊക്കെ ആയിട്ട് ഇങ്ങനെ നാവിന്റെ തുമ്പത്തിരിക്കണമെങ്കിലും ചിരിക്കണമെങ്കിലും പാലും പഴവും നിങ്ങൾ പോയി കാണുക കേട്ടോ. ലൈഫിൽ ഓൾറെഡി നമുക്ക് ഇഷ്ടംപോലെ ടെൻഷൻസ് ഉണ്ട്, നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഒരുപാട് വിഷമങ്ങളും ദുരന്തങ്ങളും. അപ്പം നമുക്ക് ആകെയുള്ള റിലീഫ് സിനിമ പോയി കാണുക, നല്ല കുറച്ച് ഭക്ഷണം കഴിക്കുക അല്ലേ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ലൈക്ക് ഒരു പരിധി കൂടുതൽ നമ്മളെ കുറച്ചൊന്ന് സന്തോഷിപ്പിക്കുക. സുമേ എങ്ങനെയുണ്ടായിരുന്നു സെറ്റില്? ലൈക്ക് മീര ജാസ്മിന്റെ കൂടെയാന്നൊക്കെ പറഞ്ഞപ്പോ ലൈക്ക് ഏറ്റവും ആദ്യം കുറച്ച് ഇൻഹിബിഷൻസ് ഉണ്ടായിരിക്കില്ലേ? സുമേഷ് നല്ല ഗുഡ് ബോയ് ആയിരുന്നു. ശരിക്കും ആദ്യമായിട്ടെന്നെ അവിടെ മാത്രം. നമ്മുടെ സുമ ഇങ്ങനെയല്ല. ഞങ്ങളുടെ സുമ, അതെ അതെ, ഞങ്ങളുടെ സുമ ഇങ്ങനെയല്ല. എങ്ങനെയാ? പക്ഷെ ഈ കുഞ്ഞുഞ്ഞൊക്കെ ഇവിടെ നിൽക്കുമ്പോഴേ എടാ എന്താടാ അല്ല സുമ പറയൂ. കുഞ്ഞു അല്ല, അതിലോട്ട് തിരിച്ചു പോയി കുഞ്ഞുഞ്ഞു തന്നെ ഇല്ലേ? ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല അല്ലേ? ആണല്ലേ, ഞാൻ പറഞ്ഞു മജീഷ്യൻ സാമ്രാജ്യം പറഞ്ഞിരിക്കുക. അതെ, കുഞ്ഞുഞ്ഞിന്റെ ആ ഡയലോഗ് ഒന്നും കൂടെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ആ പാലക്കാരി അതൊന്ന് പറയോ? ചിരിക്കരുത് കേട്ടോ, കരയരുതേ. ശബ്ദം ഇല്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോള് ചന്ദ്രികയെ നീ എന്നതാ വിചാരിച്ചത്? കൊച്ചു പറ. നല്ലായിരുന്നു. ആണ്, അതുപോലെ തന്നെയാ. എനിക്കത് നുണ പറഞ്ഞു തുടങ്ങിയല്ലേ. ഇനി അടുത്ത ആള് കേട്ടോ. അപ്പൊ ഒന്ന് ആദ്യം ഇതാരാ? ഞാൻ ആ പൃഥ്വിരാജിന്റെ മാനേജറാണ്. അത് നാടോടിക്കാറ്റിലെ പക്ഷി നിരീക്ഷകനല്ലേ. യോ ഇനി പെടുത്തി. ഷർട്ടിന്റെ കളർ കണ്ട് പറഞ്ഞാൽ മതി, മുഖം കണ്ട് പറയണ്ട. ശരി, ഒരു സൂത്രം പുള്ളിയുടെ മുഖത്ത് ഒളിഞ്ഞിരിക്കണ്ടോന്നൊരു അരിമ്പാറ. ഒരു ഹോമിയോ ഡോക്ടർ, ഒറ്റമൂലിയൊക്കെ അറിയുന്ന ഒരാളാ. ദിലീപേട്ടനാണോ? തെറ്റിപ്പോയോ? സൂത്രധാരല്ലേ? ഹോമിയോ ഡോക്ടർ ദിലീപേട്ടനല്ലേ? ശരിക്കും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ കോലം കെട്ടി വന്നപ്പോ ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെയല്ല, സത്യത്തിൽ ദിലീപേട്ടൻ എന്ന് പറയായിരുന്നു, പുള്ളിക്ക് വരാൻ പറ്റാത്തോണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. നേരെ സൂത്രധാരനിലേക്ക് ഒന്ന് പോട്ടെ കേട്ടോ. സൂത്രധാരൻ ഫസ്റ്റ് മൂവി ഭയങ്കര ഇന്നു ഫേസ് എന്നൊക്കെ പറയില്ലേ? ഇന്നു ഫേസ് എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് ഫേസ്. സിനിമ സെറ്റിലേക്കൊക്കെ ആദ്യം ചെല്ലുമ്പോ ആ പാവാടയും ബ്ലൗസ് ഒക്കെ ഇട്ട പെൺകുട്ടിയുടെ മനസ്സിൽ എന്തായിരുന്നു? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു വലിയൊരു സ്കൂളിലൊന്നും അങ്ങനെ ഒന്നും പെർഫോമർ ഒന്നും അല്ലായിരുന്നു, ആർട്സിലൊന്നും. സോ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബിന്ദു ചേച്ചി ഇപ്പോഴും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അതായത് മീര ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പോലെയാണ് ആക്ട് ചെയ്തത്, ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു എന്നിങ്ങനെ പറയുണ്ടായിരുന്നു. ഷോർട്ട് എടുക്കുമ്പം ആ ഒരു ഇതിൽ ട്രാൻസ്ഫോർമേഷൻ വരുമായിരുന്നു. അത് കഴിയുമ്പോഴേക്കും അതിന് മുമ്പ് ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാ. അത് ഇപ്പോഴും ഉണ്ട് എനിക്ക്. ഇപ്പോഴുണ്ടോ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ 24 years ഓഫ് മീര ജാസ്മിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 24 yearsൽ നമുക്ക് തന്നിട്ടുള്ളത് ഹിറ്റ് ക്യാരക്ടേഴ്സ്. ആൻഡ് ഇപ്പോഴാ ഒന്നും കൂടെ പാലും പഴവും. അതെ, പാലും പഴത്തിലെ സുമി അതാണ് ക്യാരക്ടർ. ഇവിടെ ഞങ്ങൾക്ക് ഒരു സുമയുണ്ട്. ശരി, ചെറിയൊരു ഗസ്. ആദ്യം ഇവരുടെ ലൈക്ക് കോസ്റ്റ്യൂംസ് നോക്കിയിട്ട് ഇവർ ആരൊക്കെയായിരിക്കും? എല്ലാം മീര ജാസ്മിൻമാരാ. എനിക്കറിയാം. ആ മോള് സൂത്രധാരല്ലേ? ഏത് മോളോ? ബിന്ദു പണിക്കര്, കസ്തൂരിമാൻ, സോങ് മന്ദാരപ്പൂ, വിനോദയാത്ര, എല്ലാ പാട്ടുകളും കേട്ടോ. ലൈക്ക് ഓൾ ടൈം ലൈക്ക് ഹിറ്റ്സ്, ബ്യൂട്ടിഫുൾ സോങ്സ്. അങ്ങോട്ട് പോകണമെന്ന് വല്ല എനിക്കറിയാം. സ്വപ്നക്കുള്ള കമല, ഇഷ്ടമല്ലടാ. ഇനി 2-3 പേരും കൂടി ഉണ്ടല്ലേ? ശരി, ഞാൻ നിന്നാലേ ചിലപ്പോ മനസ്സിലാവും. വിരാട് കോഹ്ലി, അനുഷ്ക ശർമ്മ. ഇത് സോങ്ങിലെയാണോ? പേര് ഗ്രാമഫോണിലെ സോങ്, മറ്റേ മനസ്സിലെ മലരിട്ട വസന്തം. അതിലെ. അതെ, അടുത്ത ആള്
ആറ്റിൻകരയോ പറഞ്ഞില്ല. അതെ, കോമ്പിനേഷൻ വരെ കറക്റ്റ് ഞങ്ങൾ ഒപ്പിക്കാൻ പെട്ട പാട്. അടിപൊളിയായിട്ടുണ്ട്. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഏറ്റവും അപ്പുറം നിൽക്കണേ. ചാക്കോച്ചൻ. എന്തായാലും മീര ജാസ്മിൻ നമ്മുടെ സ്റ്റാർ മാജിക് ഉത്സവില് നമ്മുടെ കൂടെ കളിക്കാനും ചിരിക്കാനും കൂട്ടുകൂടാനും അതുപോലെ തന്നെ മീര ചേച്ചി ചെയ്തിട്ടുള്ള കുറച്ച് സിനിമയുടെ ചെറിയ എനാക്ട് സ്പൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ട്രൈ ആണ്. വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ മുഖത്ത് നോക്കി ശരിക്കും സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇതൊരു ട്രിബ്യൂട്ടായിട്ട് തരണതാ. എന്താവുന്നു ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. തീർച്ചയായിട്ടും Meera Jasmine. Thank you so much. അവിടെ ഇരുന്നിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ച് പാലും പഴവും എടുക്കട്ടെ? തീർച്ചയായിട്ടും. പിന്നെ അല്ല പ്ലീസ്. അനുപമേ, നമ്മുടെ ബന്ധം എൻ്റെ അച്ഛൻ അറിഞ്ഞു. എന്നിട്ടെന്ത്? അച്ഛൻ്റെ ബന്ധം എനിക്കും അറിയാമെന്ന് ഞാനൊരു കാച്ചു കാച്ചി. അപ്പം എൻ്റെ പുള്ളി ഒന്നും മിണ്ടിയില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബന്ധത്തെ കുറിച്ച് അമ്മ അച്ഛനോട് പറഞ്ഞു. അവിടെ അറിഞ്ഞാ? എന്നിട്ടെന്ത്? അച്ഛൻ ജസ്റ്റ് ഒന്ന് മൂളിയിട്ട് പോയി. മൂളാൻ നിന്റെ അച്ഛൻ എന്റെ വണ്ടാണോ? അയ്യോ എന്നാ ഹാസ്യടാ. ഒരൊറ്റ ചിരിയാനങ്ങ് വെച്ചേരും. സുമേഷ് ഒറിജിനൽ മീര ജാസ്മിൻ കരയുന്നു. വണ്ട് മാറ്റിയിട്ട് ട്രാൻസ്ഫോമർ എന്നിട്ടാലോ മഴയത്ത് ഞങ്ങൾ ഇതൊന്ന് കളിച്ചു തീർത്തത്. പിന്നെ വിനോദേട്ടാ, എനിക്ക് കഴിഞ്ഞ ആഴ്ച അരൂരിൽ നിന്ന് ഒരു ആലോചന വന്ന്. എന്നിട്ടെന്ത്? അച്ഛനത് ക്യാൻസൽ ചെയ്തു. പിന്നെ എനിക്ക് രാജേഷ് അടൂരാ വേറൊരാള്. പിന്നെ എനിക്ക് ചെറുപ്പളശ്ശേരി ഒരു ആലോചന വന്നു. അതും അച്ഛൻ ക്യാൻസൽ ചെയ്തു. പിന്നെ ഇപ്പൊ വണ്ടി തൊടുത്തത് ഒരു ആലോചന.
അതും പുള്ളി അങ്ങ് വെറുതെ ക്യാൻസൽ ചെയ്തു. എടി എന്താ കാര്യം അറിയോ? നിന്റെ അച്ഛന് നിന്നെ എന്നെ കൊണ്ട് കെട്ടിക്കാനാണ് ആഗ്രഹം. അതൊന്നും അല്ല, അച്ഛൻ പറയുന്നത് ഇതൊക്കെ അച്ഛന്റെ ബന്ധത്തിലുള്ളതാണെന്നാണ്. അതെന്തിനാ പിന്നെ മുടക്കണേ? ബന്ധത്തിലുള്ള ആളെ കെട്ടാലോ? അങ്ങനെയല്ല, അച്ഛന്റെ വേറെ കുടിയിലുള്ള മക്കളാണ് ഇവരെല്ലാരും. ഈ അച്ഛന്റെ കുടിയാണ് പ്രശ്നം. എങ്ങനെ കുട്ടികളുണ്ടാവും? അത് ഈ അച്ഛൻ കുടിക്കുമ്പോൾ മൈൻഡ് വേറെ ആകുക. എന്തായാലും നിന്റെ അച്ഛനുമായിട്ട് എനിക്ക് കുറച്ചു നേരം സംസാരിക്കണം. അയ്യോ, നമ്മുടെ ബന്ധത്തിന് അച്ഛൻ അങ്ങനെ നോ പറയത്തില്ല. അതല്ല പിന്നെ നിന്റെ അച്ഛനുമായിട്ട് കുറെ നേരം ഞാൻ സംസാരിക്കുമ്പോഴേ എങ്ങാനും നീ എന്റെ പെങ്ങളായിട്ട് വന്നാലോ? ഇതിനൊക്കെ നിന്റെ അച്ഛന്റെ കുടിയാ കാരണം. നല്ല ഡാൻസ് ആയിരുന്നു. ആ ഡാൻസ് കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ ഇവിടെ ഡാമിൽ നീന്തിയാലും മതിയായിരുന്നു. മീര ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഓൾ ടോട്ടൽ ഈ ഒരു പെർഫോമൻസ്? ആദ്യം ഡാൻസിങ് തുടങ്ങാം. ഔട്ട്സ്റ്റാൻഡിങ്, അടിപൊളി, നല്ല ഫീൽ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആ ബാക്ക്ഡ്രോപ്പ് ഭയങ്കര രസം, 12K വിസ്താര ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് വളരെ റൊമാൻറ്റിക് ആയിട്ടുണ്ടല്ലോ സുമേഷ്. അവൻ എല്ലായിടത്തും അങ്ങനെയാ. ഈ പാലുംപഴത്തിലെ പുള്ളിയുടെ റൊമാൻസോ അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടോ? പുള്ളിയുടെ റൊമാൻസ് ഇല്ല, പുള്ളിയുടെ കോമഡിയാണ്. വന്നപ്പോ മുതൽ സെറ്റിൽ റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ റൊമാൻസ് ആയിരുന്നു, ചെയ്തപ്പം കോമഡി ആയി. അല്ല, ഇത് ഡയാനയാണ് നന്നായിട്ട് ഡാൻസ്. ഡയാന ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു, വെരി ഗ്രേസ്ഫുൾ. താങ്ക് യു. അപ്പോ എന്തായാലും ഈ ഒരു പെർഫോമൻസ് നമ്മൾ തുടക്കം വെച്ചത് തന്നെ കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? എക്സലന്റ്, താങ്ക് യു സോ മച്ച്, അടിപൊളി. അപ്പോ ഇനി അടുത്ത പെർഫോമൻസിലേക്ക് നമ്മൾ പോവാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കിരുന്ന് ബാക്കിയുള്ളവരെ നമുക്കൊന്ന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി അങ്ങനെയാണെങ്കിൽ നേരെ നമ്മുടെ ആദ്യത്തെ ഫ്ലാഷ് ബാക്ക് അടിച്ച് നേരെ സൂത്രധാരനിലേക്ക് പോവാണ്. ശരി, അപ്പളേ ദിലീപേട്ടനെ എണീക്കൂ. പെട്ടെന്ന് മനസ്സിലായില്ല അല്ലേ? മീര ജാസ്മിനും കൂടെ വരൂ. ആദ്യം തന്നെ ജാമ്യം എടുക്കാം. എന്തിനാ നീ കേസ് വല്ലതും ഉണ്ടാക്കിയ? അല്ല, അങ്ങനെയല്ല. എന്തറിയുമോ, ഞാൻ ഈ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യും ഡാൻസ്. അപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെ അവരുടെ കൊറിയോഗ്രാഫർ അടുത്ത് പറഞ്ഞു, ആ കൊച്ചിനെ കൊണ്ട് കളിപ്പിക്ക്, ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്തോളാം. 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി കൊച്ചിന് വളം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ചന്തയിൽ പോവാ. സംഭവം അതല്ല, ദിലീപേട്ടനായിട്ടാണല്ലോ വന്നത്. അന്നേരം ദിലീപേട്ടനെ നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്തപ്പോ ഇതാണല്ലോ ദിലീപ്. അപ്പൊ മീര ജാസ്മിനെ കൊടുത്തില്ല, ബിന്ദു പണിക്കരെ കൊടുത്തത് കോമ്പോ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളി പോയിട്ട് വന്നെ സീക്വൻസ് അല്ലേ എടുക്കാൻ പോണേ? ഓ, എന്റെ ഡോക്ടർ കാമരാജ്.
ശിവാനി, ഇന്ന് മുതൽ നമ്മൾ രണ്ടല്ല, ഒന്നാണ്. ആന വിഴുങ്ങാൻ പോണേനെ ഈ കടൻ ചത്തേ. നമ്മളെല്ലാം പങ്കിട്ടെടുക്കും. സ്വത്താണോ? പൊത്തല്ലടി പോത്തെ. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ജീവൻ, എൻ്റെ ആഹാരം, പിന്നെ ഈ സ്കിറ്റ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി ഇന്ന് മുതൽ ശിവാനിക്കുള്ളതാണ്. അപ്പൊ കൊച്ചു സ്ലിം ബ്യൂട്ടി 1 മാസത്തിനുള്ളിൽ അവൻ തിന്നിട്ട് എന്തെങ്കിലും കൊടുക്കുവോ? ഒരു വട്ടെങ്കിലും ഇടണോ? ഇവന് ഇലയിലൂണെന്നും പറഞ്ഞ സ്ഥലത്ത് കയറണ തന്നെ ഇലയും കൂടെ തിന്നാനാ. സ്വന്തം കാമുകനെ കളിയാക്കുമ്പോ വാ പൊത്തിച്ചിരിക്കുന്നു ശിവാനി. പിന്നെ സഹിക്കാൻ പറ്റില്ല, അമ്മാതിരി കൗണ്ടർ അല്ലേ? ശിവാനിക്കറിയോ, എന്താ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പേരിലുള്ളതെല്ലാം ശിവാനിക്കുള്ളതായിരിക്കും. അതിനെന്തുണ്ട്? ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ എല്ലാം മറന്നു പോവുക. എല്ലാം മറന്നോ? സ്കിറ്റ് മറക്കരുത്. ഇവന്മാർ നിൽക്കാൻ സമ്മതിക്കൂല. അല്ല, ഞാൻ പറയട്ടെ, ഈ മല്ലിക്കെട്ടിനാണോ സ്നേഹിക്കാൻ കിട്ടിയുള്ളൂ? അതൊക്കെ പോട്ടെ, രമേശ് ചേട്ടന്റെ പേരിൽ എന്തൊക്കെയാ ശരിക്കും ഉള്ളത്? എന്റെ പേരിൽ 2 മാല മോഷണം, 3 ഭവനഭേദനം, 2 പോക്കറ്റടി, പിന്നെ തെളിയാതെ കിടക്കുന്ന എല്ലാം എന്റെ പേരിൽ വരും. അതെല്ലാം ഞാൻ നിനക്ക് പങ്കിട്ട് തരും. പോരെ? ശരി. കല്യാണം കഴിഞ്ഞ് നമ്മൾ എവിടെ പോവും? കല്യാണം കഴിഞ്ഞ് എന്നെ മിക്കവാറും സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും. നിനക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഉരുളിക്കടിച്ച് കൊന്നിട്ട് എന്റെ കൂടെ വാ. നിനക്ക് വനിതാ ജയിലിലും കിടക്കാം, എനിക്ക് സെൻട്രൽ ജയിലിലും കിടക്കാം. അതിനുശേഷം മതിലിൽ ഹോളിട്ട് മതിലുകൾ സിനിമയിൽ മമ്മൂട്ടി KPSC സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. നമ്മുടെ കോമഡി കണ്ട് പൃഥ്വിരാജ് വരെ ചിരിച്ചു. പഞ്ച് ഡയലോഗാ. രമേശ് ചേട്ടാ, ഇതെല്ലാം ഞാൻ സഹിക്കാം. എനിക്ക് ഒറ്റൊരാഗ്രഹമേ ഉള്ളൂ. എന്താ ശിവാനി? മരിക്കുമ്പോൾ രമേശ് ചേട്ടന്റെ മടിയിൽ തലവെച്ച് എനിക്ക് മരിക്കണം. ശിവാനി, അങ്ങനെ പറയരുത്. എനിക്ക് മരിക്കുമ്പോ ശിവാനിയുടെ മടിയിൽ തല വെച്ച് മരിക്കണം. പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ മടിയിൽ തല വെച്ച് മരിക്കണം. ഇല്ല, എനിക്ക് ശിവാനിയുടെ മടിയിൽ തല വെച്ച് മരിക്കണം. പറഞ്ഞോ മോളെ. എനിക്ക് എന്റെ തലയിൽ മടി വെച്ച് മരിക്കണം. ഇങ്ങനെ എന്റെ മടിയിൽ എനിക്ക് തല വെച്ച് മരിക്കണമെന്ന് ശിവാനി പറയാം. എനിക്ക് രമേശ് ചേട്ടന്റെ മടിയിൽ തന്നെ തല വെച്ച് മരിക്കണം. എനിക്കും ശിവാനിയുടെ മടിയിൽ തല വെച്ച് മരിക്കണം. പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ഇല്ല, എനിക്ക് ശിവാനിയുടെ തലയിൽ മടിയിൽ തല വെച്ച് മരിക്കണം. ഇപ്പൊ തല വേണം ഞങ്ങളെ. അതെന്നെ കൊല്ലാദ്യം. സ്കിറ്റ് പൊളിക്കാനൊക്കെ എത്ര പേരാ? എല്ലാവരോടും അവൻ സ്വയം എന്ന് പറയണം. ഈ സമയത്ത് വേണമെങ്കിൽ അവനെ കൊന്നു. അവൻ പറയണം എന്നെ കൊല്ലാൻ. ശരി, സ്കിറ്റ് അവിടെ നിക്കട്ടെ. ആദ്യം നമുക്ക് എടുക്കാം. ഡാൻസ്. ഇത് ഡാൻസ് കളിക്കാൻ വന്ന ആളല്ല, ഇത് നടപ്പ് മെഷീനാണ്. നടപ്പ് മെഷീൻ ഡാൻസ് കളിക്കാൻ ഇടയ്ക്ക്. മീര ചേച്ചി, അഗൈൻ ബാക്ക്ഡ്രോപ്പും ഡാൻസും എക്സ്പ്രഷൻസും എല്ലാം നന്നായിരുന്നു. അസൽ വാക്കായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ബിക്കോസ് അത് നല്ലൊരു പാട്ടാണ്. അത് നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തു. മെമ്മറീസ് റീകളക്ട് ചെയ്യാനും പറ്റി അല്ലേ? അപ്പം താങ്ക് യു സോ മച്ച്. ഈ ദിലീപേട്ടൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. കാരണം പുള്ളിയുടെയും കഴിഞ്ഞു. തോക്ക് തരണേ, തോക്കങ്ങോട്ട് തരണം. ഒരു പൃഥ്വിരാജും ദിലീപും എന്റെ കയ്യിൽ ചേരാത്തൊരു ദിലീപേട്ടൻ വന്നപ്പോ പോയ സ്ഥിതിക്ക് ആ കറക്റ്റ് മാച്ച് ആവണമെങ്കിൽ ചേരാത്തൊരു പൃഥ്വിരാജിനെ കൂടെ വിളിക്കും. നമ്മളിപ്പോ ഒരു പൃഥ്വിരാജ് സിയാർ ആൻഡ് ഒരു മീര ജാസ്മിനും കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ് ഫ്രം നമ്മുടെ സ്റ്റാർ മാജിക് ടീം. വേണ്ട, മാറിക്കോ മാറിക്കോ, അടുത്ത് വരരുത്. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഈ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ. കാര്യമില്ലടാ, ഒരു കാര്യമില്ലടാ. എന്റെ പിറകെ നടന്ന കാര്യമില്ലടാ. കൊച്ചു കള്ളനെ എടാ എടാ. വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ. ഇഷ്ടമാണടോ, എനിക്കിഷ്ടമാണടോ, നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ. കൊച്ചു കള്ളിയെ എടോ എടോ. വേണ്ട മോളെ, ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. കള്ള ലക്ഷണം കണ്ടില്ലേ? എന്നെ ഫുൾ ചെയ്യാൻ പറ്റും.
ഇണങ്ങിയാൽ ഒരു വാലാട്ടി പക്ഷിയാകും. ചിലച്ചു ചിലച്ചു പറന്നിടേണ്ട, കുലുങ്ങി കുലുങ്ങി നടന്നിടേണ്ട, പതഞ്ഞു പതഞ്ഞു പൊങ്ങിടേണ്ട, അതിനു വെച്ച വെള്ളം മാറ്റണോ, അതിനു വെച്ച വെള്ളം മാറ്റണോ. ഇഷ്ടമാണടോ, എനിക്കിഷ്ടമാണടോ, നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ. ആ കൊച്ചു കള്ളിയേ എടോ എടോ, വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട മോനെ വേണ്ട മോനെ, ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ, ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ. അല്ല ഐശ്വര്യക്ക് കേസ് വരും അമേരിക്കന്ന് ഫാൻഡത്തിന്റെ കാലടിച്ചെടുത്ത്. മജീഷിന്റെ വായിലൂടെ വാളിറക്കുന്നു കാണിക്കട്ടെ. ഏകദേശം ഒരു 10-15 മിനിറ്റ്സ് അത് കണ്ടിരുന്നല്ലോ, എങ്ങനെയുണ്ടായിരുന്നു? എക്സലന്റ്. എന്തൊരു പൃഥ്വിരാജിന്റെ കൂട്ട് തന്നെയായിരുന്നു. നല്ലൊരു കയ്യടി എനിക്കല്ല, മീരയ്ക്ക് കൊടുക്കും പറഞ്ഞതിന്. അടിപൊളിയായിട്ട് രണ്ടുപേരും ചെയ്തു. മീര ജാസ്മിന് കളിക്ക്. ഇഷ്ടമല്ലടാ ആ ഒരു സീക്വൻസ് ഒക്കെ കണ്ടപ്പോ ലൈക്ക് എന്താ തോന്നിയത് മനസ്സിൽ? സുജാത മാസ്റ്ററാണ് കൊറിയോഗ്രാഫി ചെയ്തത്. ഞങ്ങൾ പോണ്ടിച്ചേരിയിലാണ് ഷൂട്ട് ചെയ്തത്. ആ പഴയ നമ്മൾ ചെയ്ത ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഫീലാ, ഭയങ്കര ഒരു സന്തോഷവും ആ ഒരു ഒരുപാട് ഇമോഷൻസ് ചേർന്ന് വരുന്നുണ്ട്. ഇറ്റ്സ് സോ ഗുഡ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുമ്പം ഭയങ്കര ഒരു എല്ലാവരും അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊരു വലിയ കൈഡി കൊടുക്കാം. ഐഷു ഗുഡ് ജോബ്. ചേട്ടാ സൂപ്പർ. ഇനി നമുക്കൊരു ലാലേട്ടനെ കണ്ടാലോ? നേരെ നമ്മള് രസതന്ത്രത്തിലേക്ക് പോകണം. നേരത്തെ രണ്ടുപേരും ഇങ്ങനെ മൂളുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി രണ്ടുപേരും മൂളിയിട്ട് നമുക്ക് ആറ്റിൻകരയോരത്തിലേക്ക് പോയാലോ? ആറ്റിൻകരയോരത്ത് ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ, മാറി വില്ലിൻ മേഞ്ഞൊരു മൺകുടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നു, കാണാതെ കാണാൻ എന്തു മോഹം, കാണുമ്പോൾ ഉള്ളിനുള്ളിൽ നാണം, മിണ്ടാത്ത ചുണ്ടിൽ മെല്ലെ കാതിൻ ഈണം. ആറ്റിൻകരയോരത്ത് ചാറ്റിൻ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ. പാട്ട് പഠിച്ചിട്ടില്ല? ഇല്ല, പഠിച്ചിട്ടില്ല. എന്ത് രസമായിട്ടാ പാടുന്നേ. ലക്ഷ്മി പാടിയപ്പോ എന്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു വന്നത്. മഞ്ജരി ചേച്ചിയുടെ വോയിസും എപ്പോഴും പറയൂ എല്ലാവരും ഭയങ്കര ലൈക്ക് ശരിക്കും മീര ചേച്ചി പാടുന്ന പോലെ എപ്പോഴും തോന്നും. എല്ലാവരും പറയും മഞ്ജരി പാടുന്നത് എന്റെ വോയിസ് പോലെയാണ്. ശരി, അപ്പൊ എന്തായാലും പക്ഷേ ഈ ഫ്ലോറിൽ പാട്ട് പഠിച്ചേക്കണ ഒറ്റ ആൾ അതേ നിൽക്കണേ. ബിനീഷ് ബാസ്റ്റി. ഞാൻ ചെറുതായിട്ടൊക്കെ പഠിക്കും, പക്ഷെ ഇവിടെ പാടിക്കൂല. ഇവൻ പഠിച്ചത് എവിടെ നിന്നറിയാമോ? ദുർഗുണ പരിഹാര പാഠശാല. അപ്പൊ എന്തായാലും രസതന്ത്രം അവിടെ ഉപ്പാവ് വെക്കണ ചേച്ചീനെ വളിച്ചെടുത്ത് ആ ചേച്ചിയുടെ സംഗീതം സ്വായത്തമാക്കിയതാണ്. ശരി, അപ്പൊ എന്തായാലും ആറ്റിൻകര എന്നുള്ള രസതന്ത്രത്തിലെ മീര ചേച്ചിയുടെ തന്നെ ഈ ഒരു സോങ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു എനാക്ട് ആണ്. അപ്പോ വരാൻ പോവാണ് കേട്ടോ നമ്മുടെ ലാലേട്ടനും ഒരു ഡ്യൂപ്ലി മീര ജാസ്മിനും. എൻജോയ്. ആറ്റിൻകരയോരത്ത് ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ,
അടിക്കും തെന്നൽ മുത്തുമൊഴി തട്ടി കുക്കുയിലേ കുപ്പി വള തട്ടി പാട്ട് മൂളണ്ടേ ആവാരം പൂക്കൊരുത്ത മെനയേണ്ടേ ആവാരം കാണാതാലെ പണിയേണ്ടേ കല്യാണപ്പന്തൽ കെട്ടും കാണാപ്രാവേ ആറ്റിൻകരയോരത്ത് ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ ദേവാരം തോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില് മനതന്നാരം പാടുന്നുണ്ടേ പകലിലറിയ വെയില് ദേവാരം തോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില് മനതന്നാരം പാടുന്നുണ്ടേ പകലിലറിയ വെയില് ഉന്നാറ് പിറന്നച്ചനെ വിരുതുകൊണ്ട് ഭൂലോകം ചമച്ചവനെ കാണാത്ത മരമറുത്ത് കനവ് കൊണ്ട് കൊട്ടാരം പണിഞ്ഞവനെ പ്രേമേന്ദ്രൻ ഞാനിവിടെ ആശാരിപ്പണിക്ക് വന്നതാണ്. വേണ്ട വേണ്ട. ഇപ്പം മനസ്സിലാക്കണം ഈ സ്കിറ്റിന് ബെല്ലും ബ്രേക്കുമില്ല. പിന്നെ എന്റെ കൂടെ എന്റെ ഒരു കൺമണി ഉണ്ടായിരുന്നു. ഉണ്ട്. കൺമണിയെ കണ്ടായിരുന്നോ? കൺമഷി വേണമെങ്കിൽ ബിനീഷ് ബാബുന്റെ പോക്കറ്റ് വേണം. എന്റെ കൺമണിയെ കണ്ടായിരുന്നോ? ആടാണ് കൺമണിയെ തിരക്കി ആ കാസറ്റ് അടക്കാരനെ പോലീസ് പിടിച്ചോണ്ട് പോയി. എനിക്ക് എത്രയും പെട്ടെന്ന് കൺമണിയെ കൺമണി എന്ന് വിളിച്ചപ്പോ പാലാസജി വരണ്ട. കൺമണി ഈ ബാക്കിലെ കൺമണി കുത്തുവടി വാടും നാളെ കുത്തുമണി ചെയ്യാനാ ചുറ്റുമണലം സുഖല്ലേ? നമസ്കാരം. എന്നെ മനസ്സിലായോ? മനസ്സിലായി. 8ാം ക്ലാസ്സിലെ ബിനീഷ് നാടകം കളിക്കാൻ വന്നാണ്. എന്താ മോളെ മീര സുഖല്ലേ? സുഖം തന്നെ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സന്തോഷം. ഞാൻ ഇന്ന് വന്നത് നിന്നെ കാണാനാണ്. ആണോ? ബാക്കി ഇവിടെ എല്ലാ പാഴ് ജന്മങ്ങളാണ് കാണാൻ. ഒരു എന്നാ പാലും പഴും ഇറങ്ങണേ? ഓഗസ്റ്റ് 23. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. തീർച്ചയായിട്ടും വരണേ. ഓ പിന്നെന്താ, മറക്കല്ലേ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് പറയണം, അല്ലെങ്കിൽ പ്രേമേട്ടനടുത്ത് പറയണം. പാലാസജി പതുക്കെ നടന്നാൽ മതി, തലയിലിരിക്കുന്ന കാക്ക പറന്നു പോകും. അകലെ അകലെ മുകില് മനതന്നാരം പാടുന്നുണ്ടേ പകലിലറിയ വെയില് ദേവാരം തോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില് മനതന്നാരം പാടുന്നുണ്ടേ പകലിലറിയ വെയില്. ചേട്ടാ സൂക്ഷിച്ചു നോക്കാരാന്ന്. കൺമണിയാണോ? ആ ചേട്ടാ, ഇവിടെ ആർക്കും മനസ്സിലായില്ല. ആ ഒറ്റ മനുഷ്യർക്ക് മനസ്സിലായില്ല. എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ട് എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സൂപ്പർ കേട്ടാ. ആരും പെണ്ണാണെന്ന് പറയില്ല. നിനക്കൊരു പേര് എന്താ മനസ്സിലായ? നമുക്ക് ഇത് പിടിച്ചൊന്ന് എന്റെ മുണ്ടൊന്ന് കൊടുക്കട്ടെ. കൊണ്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. മുണ്ട് കൊടുക്കുക അറിഞ്ഞൂടാ. ഒരു പേര് ഞാൻ പറഞ്ഞ ആരും അറിയൂല. കൊലുസിട്ടേക്കണോണ്ട് പേര് നമുക്ക് പറ്റിയ ആളാ ഇട്ടോ. ബിനീഷ് ബാസ്ജി. വേണ്ട, കിഴങ്ങായിരിക്കും. എന്തിനാണ് വേറെ ആ പേര്? വേണ്ട, വേറെ നല്ല പേര് പിടിക്കും. കിഴങ്ങല്ലേ? വെറുതെ എന്തിനാ ആള് നടി മേടിച്ചു പിടിക്കുന്നത്? അതെ അതെ. നമുക്ക് ഷിയാസ് എന്നിട്ടാലോ? എന്തിനടി മണ്ടയില്ലാത്ത തെങ്ങിന്റെ പേരൊക്കെ നമ്മൾ ഇടുന്നത്? ഷിയാസ് വേണ്ട. അത് വേണ്ട. നമുക്ക് നോബി എന്നിട്ടാലോ? വിളിച്ചാ 3 ദിവസം കഴിഞ്ഞ് ഇവിടെ വരൂ. ലാഗായിരിക്കും ഭയങ്കര. വേണ്ട. അപ്പൊ നമുക്ക് ബിനു അടിമാലി നിട്ടാലോ? അതാണ്. വേണ്ട വേണ്ട, നമുക്ക് തറയുന്ന സ്കിറ്റ് കളിക്കാം. പുള്ളി എപ്പോഴും എയറിലായിരിക്കും. ഇവിടെ കളിക്കണം. ചേട്ടാ ഒന്നും ചെയ്യരുത്. സജി ഈ ചുമന്ന ക്യൂടെക്സ് അതിനകത്താ കോമഡി. കയ്യിൽ നിന്ന് കളിക്കുന്ന സാധനം കൊണ്ടുവന്ന് നീ എപ്പോഴും പുഴുങ്ങിയല്ലേ ഇരിക്കണേ? ഈ പഴം പിടിച്ചോ, അതും പുഴുക്കിയതാ. നീ അവിടെ പോയി ഒരു ചായ മേടിച്ചോണ്ടോ. നീ നിന്റെ നടത്തത്തിൽ നീ ആണാണോ അതെ പെണ്ണാണോ തോന്നുന്നത് ഞാൻ നോക്കട്ടെ. അവിടെ പോയിട്ടോ. ചായ അല്ല ചായ. ആണുങ്ങളെ പോലെ അവിടെ. കറക്റ്റ്. ദേവാരം തോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില് മനതന്നാരം പാടുന്നുണ്ടേ പകലിലറിയ വെയില്. ചായ മേടിച്ചോണ്ട് വന്നവരെ ഞങ്ങൾ നോക്കിയിരിക്കണോ ഇപ്പോ? ആ ചേച്ചി സ്റ്റൗവും കൊണ്ടല്ലേ അവിടെ ഇരിക്കണത്. എന്റെ ചേട്ടനൊരു ചായ തരാമോ? ഓ എടുക്കൂ, ഗ്ലാസ്സിലെടുക്കൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. സിഗരറ്റ് ഉണ്ടോ? സിഗരറ്റ് ഇല്ല. ഇല്ല. ബീഡി ഉണ്ടോ? ബീഡി ഇല്ല. ബിനു ചേട്ടന് കൊടുക്കാനായിരുന്നു. കരിപ്പട്ടി ഉണ്ടോന്ന് വെച്ചാ ചേച്ചിയുടെ കയ്യില്? ഈ ചായയുടെ കൂട്ടിട്ട് കുടിക്കാൻ എന്തെങ്കിലും കുറവുണ്ടോ എന്നോട് പറയണം, അല്ലെങ്കിൽ പ്രേംചന്ദ് പറയണം. അതാദ്യം പറഞ്ഞതല്ലേ? പറയാനില്ല. അതെ,
അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കല്യാണം കഴിക്കാനൊക്കെ ഇഷ്ടമാണെന്ന്. ഓ അത് കുഴപ്പമില്ല, അത് നിന്റെ പൊട്ടത്തരം കൊണ്ട് തോന്നിയില്ല, അത് ഞാൻ അപ്പോഴേ മറന്നു. അങ്ങനെ മറക്കണ്ടെന്ന് പറയായിരുന്നു. ശരിക്കും എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. 45 വരെ തേച്ച് ഇനിയിപ്പോ എന്റെ മണ്ടയ്ക്ക് ഒന്ന് കയറിയിടും. അടിപൊളി അടിപൊളി. ഫ്രം ദ ഫസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് ഈ ഡാൻസിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ശരിക്കും അതേപോലെ തന്നെ ആ കോമ്പിനേഷൻ, ആ ഡ്രസ്സിങ് ആൻഡ് ഇവിടം വരെ വന്നെത്തി. എന്താ പറയാനുള്ളത്? ഈ മോഹൻലാൽ എന്നെ സർപ്രൈസ് ചെയ്തു, ബിക്കോസ് ഞാൻ കണ്ടില്ല അവിടെ. സർപ്രൈസ് ആയിരുന്നു അല്ലേ അവിടെ നിന്ന് വന്നപ്പോ? ഈ വേലായുധൻ രസതന്ത്രത്തിലല്ലേ ഇത്? മുള്ളംകൊല്ലി വേലായുധൻ. എന്താ പറയാനാ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് പെർഫോം ചെയ്തോണ്ട്. ഞാനും എന്റെ പിള്ളേരും തക്ക സമയത്ത്. പിന്നെ ഇത് സ്കിറ്റ് എഡിറ്റ് ചെയ്യാൻ എഡിറ്റർമാർക്ക് വാള് വേണമെങ്കിൽ തരാം, കാരണം ഒരുപാട് കട്ട് ചെയ്യാനുണ്ട്. അതവർ മൊത്തം കളഞ്ഞോളൂ. ഈ ലാലേട്ടൻ ശരിക്കും എടുത്ത് പൊക്കിയിട്ടുള്ള ആ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലൈക്ക് എങ്ങനെയായിരുന്നു? എത്ര തവണയൊക്കെ എടുത്തു? കൊറേ തവണ കൊറേ ടേക്ക് പോവല്ലോ. ഒരു മിനിമം ഒരു 5 തവണയെങ്കിലും എടുത്തു പൊക്കി കാണും. ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ലാലേട്ടൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഏറ്റവും എപ്പോഴും സ്മൈൽ ചെയ്ത് വളരെ പേഷ്യന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാ സിനിമ ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ. അങ്ങനെ എപ്പോഴും ചിരി മാത്രം, അങ്ങനെ 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 ഒരിക്കലും ഒന്നും പറയത്തില്ല. ഞങ്ങൾക്കും ഇങ്ങനെ പേഷ്യന്റ് ആയിട്ട് ഒരാളുണ്ട്. ഈ ലാലേട്ടന് പേഷ്യന്റ് ആണ്. And Sharanya, you did well. You did a fantastic job. Excellent job. And എല്ലാം choosing the ആ സാരി, ഹെയർ സ്റ്റൈൽ, പെർഫോമൻസ് എല്ലാം. ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ ഒരു കുട്ടി വേലായുധൻ, മീര ജാസ്മിൻ വരുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? യെസ്, കുട്ടി വേലായുധൻ കുട്ടി. അത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഞാൻ പ്രതീക്ഷിച്ചില്ല. പെർഫോമൻസ് അസലായിരുന്നു. ആ മുണ്ട് മടക്കി കുത്തുന്നതും. നീ പോയി ഒരു ചായ മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞതിന് പകരം നീ പോയി ചായ മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ അവളെ അടിപൊളിയായിട്ട് ഇതിൽ ലക്ഷ്മിയോട് ഞാൻ ചോദ്യം ചോദിച്ചിട്ട്, ലക്ഷ്മിക്ക് ആണായിട്ടാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടി, ഒരു സംശയമില്ല. നമ്മളെല്ലാരും വളരെ ഹാപ്പിയാണ്. ഈ ജന്മത്തിൽ ആൺകുട്ടിയാണ്. ലക്ഷ്മിയുടെ യഥാർത്ഥ പേര് പ്രദീപ് എന്നാണ്. പ്രദീപ് മര്യാദ. എനിക്ക് പെൺകുട്ടിയായാ മതി. കാരണം എന്താ? ഡൈ ചെയ്ത് മടുത്ത്. അടുത്ത ജന്മത്തിൽ എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചാൽ പിന്നെ ഇവൻ പറഞ്ഞ ടീം അവനൊരു ഫീമെയിൽ സിംഗർ ആവണമെന്ന്. ഒരു ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു ഫ്രം നമ്മുടെ അഖിലേട്ടൻ, ശരണ്യ ആൻഡ് നമ്മുടെ വേലായുധൻ കുട്ടി, അനുക്കുട്ടി. ഇവർക്ക് 3 പേർക്ക് ഒരു വലിയ കൈഡി കൊടുക്കാം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ലാലേട്ടനും പൃഥ്വിരാജൊക്കെ വന്നിട്ടുള്ള ഈ ഫ്ലോറിൽ നമ്മുടെ മീര ജാസ്മിനോടൊപ്പം അടുത്തായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മുടെ ചാക്കോച്ചനാണെന്നേ. കുഞ്ചാക്കോ ബോബൻ ഒറിജിനലല്ല, നമ്മള് സ്റ്റാർ മാജിക്കിൽ നിന്ന് ഒരാളെ ഇറക്കുകയാണ്. ചാക്കോച്ചനാണെന്നൊന്ന് വിചാരിക്കുക. നമ്മുടെ അവീൻ ആൻഡ് കൂടെ പെർഫോം ചെയ്യാനായി എത്തുന്നു ദേവി നന്ദ. അഴകേ കൺമണിയേ അഴലിൻ പൂവിതളേ മനസ്സിൻ്റെ കിളിവാതിലറിയാതെ തുറന്നൊരു മഴവിൽ ചിറകുള്ള കവിത നീ എൻ്റെ
കസ്തൂരിമാൻ കുരുന്ന് എൻ്റെ കസ്തൂരിമാൻ കുരുന്ന് അഴകേ കൺമണിയേ അഴലിൻ പൂവിതളേ ചേച്ചി പെർഫോമൻസിനിടയിലേ എവിടേക്കോ ഇങ്ങനെ പോയോ? അതെവിടേക്കാ പോയേ? ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഞാൻ ചെയ്ത ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് ദൈവാനുഗ്രഹിച്ച്. അതിലെന്നെ ഒരുപാട് ടച്ച് ചെയ്തൊരു ക്യാരക്ടറാണ് പ്രിയംവദ. അതിങ്ങനെ റീക്രിയേറ്റ് ചെയ്യുമ്പോഴും പെർഫോം ചെയ്യുന്ന കാണുമ്പോഴും എനിക്ക് ഭയങ്കര ആ ഒരു സെയിം ഫീലിങ്ങിലോട്ടാണ് ഞാൻ പോകുന്നത്. മറ്റ് റോൾസിനേക്കാളിലും എനിക്ക് തോന്നുന്നത് ഒരുപാട് എന്നെ എഫക്റ്റ് ചെയ്ത് ടച്ച് ചെയ്ത് കഥാപാത്രങ്ങൾ ഒരു 3 കാണുമായിരിക്കും. അതിലൊന്ന് ടോപ്പിൽ നിൽക്കുന്ന ക്യാരക്ടറാണ് പ്രിയംവദ. വേറെ 2 ക്യാരക്ടേഴ്സ് മൊത്തം 3 പറഞ്ഞേ? ഏറ്റവും അധികം വളരെ ഒന്ന് പ്രിയംവദ, പിന്നെ ഒന്ന് ഒരേ കടലിലെ ദീപ്തി. എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു ഇതേപോലെ തന്നെ വളരെ ഇന്റൻസ്. 3ാമത് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തതാണ് പാടമൊന്നൊരു വിലാപത്തിലെ ഷൈന നാഷണൽ അവാർഡ് വാങ്ങി തന്നത്. സോ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മാവിൽ തട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ, ആ ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയ കഥാപാത്രങ്ങൾ. എന്തായാലും ചേച്ചിയുടെ ആത്മാവിൽ തട്ടാനുള്ളൊരു എന്താ പറയാ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. യു ഗൈസ് പെർഫോംഡ് വെൽ. You both performed really really well. And ദേവിക്കുട്ടി. Yes. അപ്പോൾ ഇവിടെ ഒരു ചാക്കോച്ചിനെ കിട്ടി, ഇവിടെ ഒരു മീര ജാസ്മിനെ കിട്ടി. And our Star Magic team was very happy on that. Thank you. ഗ്രാമഫോണിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇല്ലേ നിനക്കെന്റെ മനസ്സിലെ അല്ലേ, ആ ഒരു സോങ് നിങ്ങൾക്ക് മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് ഇവിടെ നമ്മളൊരു മീര ജാസ്മിനെ കൂടെ കൊണ്ടുവരാണ്. അനുമോൾ അനുക്കുട്ടി ആൻഡ് കൂടെ പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മുടെ ജിഷൻ ചേട്ടൻ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലുമേനഞ്ഞു തരാ. മിഴിക്കുള്ളിൽ എരിയുന്ന നറുത്തിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാം. ഒരു സ്വർണ്ണത്തരിയായി മാറി തലചായ്ക്കാൻ മോഹിച്ചെത്തി. ഒരു കുമ്പിൾ പനിനീരായി നിൻ പാട്ടിലലിഞ്ഞു തുളുമ്പി ഞാൻ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലുമേനഞ്ഞു തരാ. മിഴിക്കുള്ളിൽ എരിയുന്ന നറുത്തിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാം.
തിളവേൽക്കുമ്പിൻ ശലഭം പോൽ ഞാൻ മാറിടും. നീ അരികിൽ നിൽക്കും നേരം പ്രണയം കൊണ്ടിൻ കരൾ പിടയും. ഇതളോരത്തിളവേൽക്കുമ്പിൻ ശലഭം പോൽ ഞാൻ മാറിടും. നീ തൊട്ടുണർത്തുമ്പോൾ നക്ഷത്രമാവും ഞാൻ. നീ ചേർന്നു നിൽക്കുമ്പോൾ എല്ലാം മറക്കും ഞാൻ. പാദസരങ്ങളണിഞ്ഞ മനസ്സിലൊരായിരം ആയിരം ഓർമ്മകളാവുക നീ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലുമെനഞ്ഞു തരാ. മിഴിക്കുള്ളിൽ എരിയുന്ന നറുത്തിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാം. ഒരു സ്വർണ്ണത്തരിയായി മാറി തലചായ്ക്കാൻ മോഹിച്ചെത്തി. ഒരു കുമ്പിൾ പനിനീരായി നിൻ പാട്ടിലലിഞ്ഞു തുളുമ്പി ഞാൻ.